നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ എങ്കിൽ നിങ്ങൾ വടം വലിക്കരുത്, ഊഞ്ഞാലാടരുത്, ഓണത്തിൻ്റെ 10 ദിവസം ലീവിൽ പായസം പോലും കുടിക്കരുത്, ഒരു എൻജോയ്മെൻറ്റിൽ ഏർപ്പെടരുത്. കാര്യം ഇരുട്ടിലായിപ്പോയി, നിങ്ങൾക്കുള്ളത് നരകമെന്നാണ് ഈ പാസ്റ്റർമാരൊക്കെ പറഞ്ഞു കിടക്കുന്നത്. ഞാനും ഒരുപാട് കാലം കേട്ടിട്ടുണ്ട്. നമുക്കത് തെളിയിക്കണമല്ലോ. ഇരുട്ടെന്താണ്, വെളിച്ചമെന്താണ്? അപ്പോൾ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ, ദൈവം ആരാണെന്ന് അറിയാതെ അന്ധകാരത്തിന്റെ കുടിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിച്ചു. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ, ഇനി ഓണക്കളിക്കൊന്നും പോകരുത്, ക്ലബിലെ പരിപാടിക്കൊന്നും പോകരുത്, വടംവലിക്കൊന്നും. നമുക്ക് സഭയ്ക്കകത്ത് വടംവലിയുണ്ട്, പിന്നെ വെളിയിൽ പോയി വലിക്കേണ്ട കാര്യമൊന്നും. ഇതിനകത്ത് ആവശ്യത്തിന് വടമുണ്ട്, വലിക്കാൻ ആളും സെക്രട്ടറിയും ഒരു ഗ്രൂപ്പും കൂടി ഇങ്ങോട്ട് വലിക്കുന്നു, പാസ്റ്ററും ട്രഷറും കൂടെ അങ്ങോട്ട് വലിക്കുന്നു. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. അപ്പോൾ നമുക്ക് വചനത്തിലേക്ക് വരാം. യോഹന്ന സുവിശേഷം 8:12 യേശു പറഞ്ഞ വാക്കെടുക്കാം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം യേശു പറയും, ഞാൻ വെളിച്ചമാണ്, എന്നെ അനുഗമിച്ചാൽ ഇരുൾ മാറും. എന്താണ് ഇരുള്? ഇരുളിനെ കുറിച്ച് ഈ പാസ്റ്റർമാർ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇരുളെന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഇരുള് അന്ധവിശ്വാസങ്ങളാണ്. മാവേലി നാട് വാണിരുന്നു, വർഷം തോറും പ്രജകളെ കാണാൻ പറ്റുന്നത്, അതൊരു ഐതിഹ്യത്തിൽപ്പെട്ടതാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമാണ്, അതൊരു ഐതിഹ്യമാണ്. പല ഐതിഹ്യങ്ങളും പരീക്ഷയ്ക്കൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട്, അത് എഴുതിയാലേ മാർക്ക് കിട്ടും. അത് ആ ലെവലിലാണ് കാണേണ്ടത്. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇത് നമ്മളിൽ അഫക്റ്റ് ചെയ്യാതെ പഠിപ്പിക്കേണ്ടതിന് പകരം ഊഞ്ഞാലാടരുത്, പായസം കുടിക്കരുത്, 10 ദിവസം ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ പോകരുത്, വീട്ടിലിങ്ങനെ ഇരുന്നു കൊള്ളണം എന്ന് പറഞ്ഞ് ഒരു തലമുറയെ കമ്പ്യൂട്ടർ മൊബൈലും കുത്തി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന് അപ്പനെ അമ്മയെ അറിയാത്ത ഒരു തലമുറയാണ് ഈ തലമുറയ്ക്ക് ഒരല്പം വെളിച്ചം കിട്ടുന്ന 10 ദിവസം എങ്കിലും എൻജോയ്മെൻറ്റ് ചെയ്യത്തക്കവണ്ണം ലെവലിൽ അവരെ വിടുന്നതിൽ എന്ത് തെറ്റെന്നാണ് പെന്തിക്കോസുകാരെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്? അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ടൂറ് പോകാൻ 10 ദിവസം, വിദേശ രാജ്യങ്ങളൊക്കെ അടിച്ചു ഇറങ്ങാം, വിദേശ സന്ദർശനം, വിശ്വാസികളുടെ കാശുണ്ട്, കുരിഞ്ഞ് കുപ്പ എടുക്കാത്ത കാശുണ്ട്. പത്മനാഭപുരം കൊട്ടാരത്തിൽ പോകാം, ചെരുപ്പ് വെളിയിലിടണം, ഭയങ്കര ഭക്തിയായിട്ട് അതിനകത്ത് കയറാൻ പറ്റും. ഏത് ക്ഷേത്രത്തിൽ പോയാലും ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെയല്ലോ നിങ്ങൾ വിശുദ്ധ നാട് സന്ദർശനം എന്ന് പറഞ്ഞതുപോലെ ക്ഷേത്ര സന്ദർശനങ്ങൾ. അപ്പം നിങ്ങൾക്കതിനെല്ലാം ബഹുമാനിക്കാം, മനസ്സിലാവുന്ന മ്യൂസിയത്തിലേക്ക് പോകാം, പല കാര്യങ്ങളൊക്കെ ചെയ്യാം, എൻജോയ്മെൻറ്റ് 10 ദിവസം നിങ്ങൾ ചെയ്യും. എന്നാൽ നിങ്ങൾ വിശ്വാസികളെ ചൂഷണം ചെയ്താണ് പോകുന്നത്. ഒരു ചൂഷണവും ചെയ്യാതെ ഇന്നത്തെ തലമുറകൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കമുക ഇറങ്ങി അവനെത്തി എൻജോയ് ചെയ്താൽ, ഊഞ്ഞാലെത്തി ആടി എൻജോയ് ചെയ്താൽ, അവൻ്റെ ബന്ധുക്കളെ വീട്ടിൽ പോയി പായസം കുടിച്ചാൽ, ഇതൊക്കെ ഇരുട്ടെന്ന് പറയുന്ന കപട ദൈവദാസന്മാരെ നിങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം പരിശുദ്ധാത്മ 1 തിമോഥെയോസ് 7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ അല്ല, ആകപ്പാടെ പേടിക്കുടലന്മാരാണ്. നല്ലൊരു ഭാഗം ബന്ധക്കോസ്തുകാർ, ഞാൻ അത് കണ്ടിട്ടുള്ളതല്ലേ. ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവ് നിങ്ങൾ നഷ്ടപ്പെട്ടു. നിങ്ങളിരിക്കുന്നത് വെള്ളയും നിലനിർത്താനുള്ള ആത്മാവ്, നിങ്ങൾ ഏത് സംഘടനയായിരിക്കുന്നു ആ സംഘടനയെ ജീവിപ്പിക്കാനുള്ള ഒരു ആത്മാവ്, സംഘടനാ സ്പിരിറ്റ്, വെള്ളയ്ക്കും വേണ്ടിയുള്ള ഒരു ആത്മാവ്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ലെവലേശം പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഇരുട്ട്. എന്താണ് ഇരുട്ട്? ഇന്ന് ഇരുട്ടുകൾ മൊത്തം നിറഞ്ഞിരിക്കുന്നു.
ക്രൈസ്തവ ഗോളത്തിൽ എല്ലായിടത്തും ഇരുളിൽ നിന്ന് വരണം. ഒരു ക്രൈസ്തവ സഭ അല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ നോക്ക്, അവിടെ പൂട്ടുന്നൂലും കൊണ്ട് പൂട്ടിയാൽ അനുഗ്രഹം വരും. അവർക്കൊരു അന്ധവിശ്വാസമാണത്. കൃപാസനം നോക്കി പത്രം കീറി ടാങ്കിലിട്ട് വണ്ടി സ്റ്റാർട്ടായി. എന്തൊരു അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. ഇനി ഉടമ്പടി തൈലം, ഒരു സ്ത്രീ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, അമ്മ എനിക്ക് LED ബൾബ് തന്നു. LED ബൾബ് എവിടെയാണ് ഉണ്ടാക്കുന്നത്? കോട്ടയത്ത് എവിടെയാണ് ഉണ്ടാക്കുന്നത്? അമ്മ കോട്ടയത്തിൽ LED ബൾബിൻ്റെ കടയിട്ടിരിക്കുന്നു. എന്തോന്ന് ഇതൊക്കെ പറയുന്നത്? മനസ്സിലാവുക, ലാപ്ടോപ്പിൽ ഉപ്പ് വിതറുക, പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് അന്ധവിശ്വാസം. ഇതിൻ്റെയൊക്കെ ആളാണ് ഈ യോസഫച്ചൻ. ഇതുപോലെ തന്നെ വാസ്തുശാസ്ത്രം നോക്കുക, വിളിശാപം, മുഹൂർത്തം നോക്കുക, ചൊവ്വാദോഷം, ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ കയറ്റി വിടുന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ ഇരുള്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഹൈന്ദവ ആചാരങ്ങളനുസരിച്ച് പലരും മനസ്സിലാവുന്നുണ്ട്, ഗോമൂത്രം കുടിക്കുന്നു, അത് അനുഗ്രഹമാണ്. പിന്നെ അഘോരി സ്വാമികളുടെ ലിംഗങ്ങൾ വന്ദനം ചെയ്താൽ അനുഗ്രഹം. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾ പെരുകി വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഇരുള്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനത് ഏറ്റവും വലിയ ഇരുൾ അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിനെതിരെ സ്റ്റേജിൽ കമ എന്ന് വേണ്ടിയാൽ കല്ലെറി കിട്ടും, നിനക്കൊക്കെ ആടി കിട്ടും. അതായത് കറക്റ്റ് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തിനകത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഭീരുത്വത്തിൻ്റെ ആത്മാവാണ്. ശക്തിയുടെയും സുബോധത്തിൻ്റെ ആത്മാവരില്ല, സ്നേഹത്തിൻ്റെ ആത്മാവില്ല. ലൂക്കോസ് 9:15 തോന്നുന്നു. നിങ്ങളുടെ എതിരികൾക്കാർക്കും ചെറുപ്പാനും എതിർ പറയാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. കാരണം ജ്ഞാനമില്ല, ജ്ഞാനം മനസ്സിലാവുന്നുണ്ട്, അതെൻ്റെ പ്രധാനം. അതിനെ ആലിംഗനം ചെയ്താൽ ഞാൻ നിങ്ങൾ ഉയർത്തും. ഒരുവരെ ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോടെ യാചിക്കട്ടെ. പൊട്ടക്കണ്ണം പെന്തക്കോസ് പാസ്റ്റർമാർ, പിള്ളേർക്ക് 10 ദിവസത്തെ ലീവ് നമ്മൾ പറയില്ല, അടിച്ചു പൊളിക്കാനാണ്. കമ്പ്യൂട്ടറും അതും ഇതും കുത്തി കഞ്ചാവും മയക്കുമരുന്നിന് കിടക്കുന്ന ഒരു തലമുറയ്ക്ക് മാതാപിതാക്കൾ ബഹുമാനമില്ലാത്ത തലമുറയെ ഒരു ചിലവുമില്ലാതെ ഊഞ്ഞാലാടുന്നു, അവൻ ഡാൻസ് കളിക്കുന്നു, അവൻ കമ കയറുന്നു, അവനില്ലകത്ത് അവൻ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിവരമാണുള്ളത്? നിങ്ങൾക്ക് ജ്ഞാനമില്ല. അതൊരു എൻജോയ്മെൻ്റാണ്, മനസ്സിലാവുന്നുണ്ട്. അത് 10 ദിവസം അതിന് കിട്ടുകയുള്ളൂ. ചിലരങ്ങനെ ചെയ്യുന്നു. അവൻ ഇരുട്ടിൽ പോകുന്നുണ്ടോന്ന് പരിശോധിക്കരുത്. മക്കളെ, ഇത് ഇരുട്ടാണ്, ഇന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയുന്നുമില്ല, നിനക്കേ അറിയില്ല. നിനക്കറിയാന്നുള്ളൂ സ്വർഗം, നരകം, നീ നരകത്തിൽ പോവും. അവിടെ നിന്നെ കൊണ്ടുതള്ളുന്നു, അവിടെ മൊത്തം തീയിട്ടിട്ടുണ്ട്, മുകളിൽ നിന്നെ കൊണ്ടു കിടത്തും, അതിൻ്റെ മുന്നിൽ വീണ്ടും ഉപ്പിടും തീ കൊണ്ട്, എന്നിട്ട് നിന്നെ എടുത്ത് കിടത്തും എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ഭാഗം ഇന്നത്തെ പെന്തക്കോസ് പാസ്റ്റർമാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയല്ല, പേടിക്കരുത്. നല്ലൊരു ഭാഗം പെന്തക്കോസ് പാസ്റ്റർമാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ നരകം, അഗ്നി നരകവും കെടാത്ത തീയും, അതിനകത്ത് പോകാൻ വേണ്ടി അവർ തന്നെ പ്രസംഗിച്ച് അവർ തന്നെ പോകുക എന്നുള്ളതാണ് ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിയായ ഇരുട്ടിനെക്കുറിച്ച് ആരോടെങ്കിലും പറയാറുണ്ടോ? റോമർക്ക് ലേഖനം 3:21, അന്യനെ ഉപദേശിക്കുന്നവൻ നീ മറ്റുള്ളവനെ ഉപദേശിക്കുന്നല്ല, നീ നിന്നെ ആദ്യം ഉപദേശിച്ചില്ലേ. മോഷ്ടിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നു. വിശ്വാസികളെ കാശ് ബുദ്ധിപരമായിട്ട് ദശാംശം സ്തോത്ര കാഴ്ചയും പറഞ്ഞ് നീ മോഷ്ടിച്ചിട്ട് നീ വീട് വെച്ച് വണ്ടി എടുത്ത് കറങ്ങുന്നു. എന്നിട്ട് നീ വിദേശ നാടുകൾ പോകുന്നു, നീ എല്ലാം അടിച്ചു പൊളിക്കുന്നു. മനസ്സിലാവുന്നു? പലരും നിന്നെ പോലെ പോകാൻ അവർക്ക് പൈസയില്ല, അവർക്ക് അമുഖേർ സന്തോഷിക്കുന്നു. നീ വിദേശത്ത് പോയി അടിച്ചു പൊളിച്ച് സന്തോഷിക്കുന്നു. നീ കള്ളൻ, ഇവന് നിത്യതയിൽ പോകും. കാരണം ഇവൻ മനസ്സിലാവണം, ഇവൻ യഥാർത്ഥത്തിൽ ഇതൊന്നും അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ നല്ലൊരു ഭാഗം ആളുകളും അവർക്കിത് ഒരു എൻജോയ്മെൻറ്റ് ദിവസമായിട്ടാണ് കാണുന്നത്. അവരിതൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാ വർഷവും ഒരു മാവേലി വരും, അവർ ചവിട്ടി താത്തും, ഇതൊക്കെ ഐതിഹ്യമല്ലേ? ഇതാര് ഒബേ ചെയ്യാൻ പോകുന്നത്? അതിനുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജനതയ്ക്കകത്തുണ്ട്. നിന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്നത് നീ മോഷ്ടിക്കുന്നു. ഏറ്റവും വലിയ കള്ളനും വ്യഭിചാരികളും മോഷക്കാരും ആണ് ഇതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി പ്രധാന കാര്യം, റോമർ 1:27, ഇന്ന് വരെ കേരളത്തിലെ ഒരു പാസ്റ്റർമാരും സ്റ്റേജിൽ കയറി നട്ടല്ലോടെ ഇരുട്ടിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ധൈര്യമില്ലാത്തതിൽ ഒരു കിടക്കുന്ന മെയിൻ വചനം, ഇസ്രായേൽ ജനത്തെ ദൈവം വിട്ടു പോയതിൻ്റെ കാരണങ്ങൾ പരമപ്രധാനമായ കാര്യം, അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക ഭോഗം വിട്ട്
അന്യോന്യം കാമം ജ്വലിച്ച് ആണാണോട് അപലക്ഷണമായി പ്രവർത്തിച്ചു. പുരുഷന്മാരെ സ്വാഭാവിക ഭോഗം, അതായത് വിവാഹം കഴിച്ച് സ്വാഭാവിക ഭോഗത്തിലൂടെ മക്കളുണ്ടായി കുടുംബമായിട്ട് എന്ത് ചെയ്യുന്നു, തലമുറയെ സാക്ഷ്യമായിട്ട് ജീവിക്കുന്നു. സ്വാഭാവിക ഭോഗം വിട്ട് ആണാണോട് സ്വവർഗ ഭോഗ ആണാണോട് കാമം ജ്വലിച്ച്, അത് ആണാണോട് പെണ്ണിനോട് കാമം ജ്വലിച്ചു അപലക്ഷണമായി പ്രവർത്തിച്ചു. ദൈവം അവരെ അപമാന രാഗത്തിലേൽപ്പിച്ചു. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയെങ്കിൽ അഗ്നി നരകത്തിൽ പോകാനുള്ള പാസ്റ്റർമാരാണ് വെള്ളയും ധരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പിന്നെ ഇതൊക്കെ പ്രസംഗിച്ച് നടക്കും. നമ്മൾ ചിന്തിക്കേണ്ടി വരും. നല്ലൊരു ഭാഗം ശുശ്രൂഷകന്മാരും സ്വവർഗഭോഗികളാണ്. ഞാൻ മനസ്സിലാവുന്നുണ്ട്, ഈ 10-25 വർഷം കൊണ്ട് ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് പല തരികിടകളും തെളിവ് സഹിതം നമുക്ക് പറയാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ ഏറ്റവും വലിയ ഇരുട്ട് കൊണ്ടു തിരിയുന്നവരാണ് മറ്റുള്ളവരെ ഇരുളഴിക്കാതിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിക്കുന്നു, ഊഞ്ഞാലാടുന്നവൻ അല്ലെങ്കിൽ പായസം കുടിക്കുന്നവൻ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ഓണത്തിന് 10 ദിവസം എൻജോയ്മെൻറ്റ് ചെയ്യുന്നവൻ നരകത്തിൽ പോകുമോ? സ്വവർഗഭോഗികളും വ്യഭിചാരികളും നരകത്തിൽ പോകുമോ? നിങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യുക. ഏറ്റവും വലിയ ഇരുട്ടതാണ്. 2 കാര്യം മറക്കരുത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ മനസ്സിലാവുന്ന അന്ധവിശ്വാസങ്ങൾ തിരികെ കയറ്റിയാൽ അവൻ ഇരുട്ടിലാകും. ഒരു മനുഷ്യന് ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്തങ്ങളും മൂല്യങ്ങളും കുടുംബബന്ധങ്ങളുണ്ട്. അത് വിട്ട് അതിരുവിട്ട് കാമം ജ്വലിച്ചാണാണോടും പെണ്ണിനോടും അപലക്ഷണമായി പ്രവർത്തിച്ച് വ്യഭിചാരത്തിൽ വീഴുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട്. ഈ ഇരുട്ടിനെ കുറിച്ച് തന്നെ പഴയ നിയമത്തിൽ പറയുന്നു. 1, ദൈവം വെറുക്കുന്നത് വിഗ്രഹാരാധനകൾ. മനസ്സിലാവുന്നുണ്ടോ? അന്ധവിശ്വാസങ്ങൾ. 2ാമത്തെ കാര്യം മനസ്സിലാവുന്നു, പരസംഗവും വ്യഭിചാരവും. ഈ 2 സാധനവും കൊണ്ട് നടന്നിട്ട് നമ്മൾ വെള്ള ഇട്ടിട്ട് കാര്യമുണ്ടോ? ഉപസിച്ചിട്ട് കാര്യമുണ്ടോ? ഉള്ള ഇരുട്ടിനെ തുറന്നു പറഞ്ഞാൽ അതാണ് പറഞ്ഞത്, വെടിവെച്ച് കൊല്ലേണ്ടി വരും. പലരും കൊല്ലും. അതാണ് പറഞ്ഞത് പരിശുദ്ധാത്മ ഭീരുത്വത്തിൻ്റെ അല്ല, ഉണ്ടോ? ധൈര്യം കൊണ്ടോ? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവാണ്. നിങ്ങളുടെ എതിരികൾക്കാർക്കും ചെറുപ്പാനും കഴിയാത്ത വാക്കും ഞാനും തരുന്ന ആത്മാവ്. അങ്ങനെയെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഇത് മൊത്തം കേട്ട ശേഷം നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കാണും. ഞാൻ ഗുരുമതവിശ്വാസിയല്ല. ഞാൻ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഫോളോ ചെയ്ത് ഇരുട്ടിൽ നിന്ന് മാറി എങ്ങനെ ജീവിക്കാം, വെളിച്ചത്തിലേക്ക് എങ്ങനെ വരാം, അങ്ങനെ ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾക്കും കഴിയും. പലരും എൻ്റെ വീഡിയോകൾ കേട്ട് എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി സ്ഥലങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും പുതിയ ആശയങ്ങളുമായിട്ട് എൻ്റെ ഭവനത്തിൽ കടന്നു വരാം. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്നിൽ നിന്നുള്ള നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്കുള്ള എനിക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ നമുക്ക് ഇരുട്ടിനെയൊക്കെ തുരത്തി ഒരു നല്ലൊരു ഭാവി നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവരെല്ലാം ഊഞ്ഞാലാടിയോ കളിച്ചോ തുള്ളിച്ചാടിയോ ഒക്കെ ഈ 10 ദിവസമൊക്കെ അവർ എൻജോയ്മെൻറ്റ് ചെയ്താൽ അവർക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും. അവരുടെ ജീവിതങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ടും, അല്ലെങ്കിൽ ബന്ധങ്ങളൊന്നും വർദ്ധിക്കുകയല്ലേ, ബന്ധങ്ങളൊക്കെ വർദ്ധിക്കുമല്ലോ. അങ്ങനെ ഒരു നല്ലൊരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന പെന്തക്കോസ്ത് തലമുറകൾ കെട്ടപ്പെട്ട അനുഭവത്തിലാണ്. അവർ കൂട്ടുകൂടാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, പബ്ലിക് ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല. അവർ കുഞ്ഞിലെ അടർത്തി ഒരു കാലഘട്ടം കഴിയുമ്പോൾ മാനസിക ലെവലിൽ തെറ്റിയവരും സമൂഹമായിട്ട് ബന്ധമില്ലാതെ അവർക്ക് ബന്ധങ്ങളെ തിരിച്ചറിയില്ല. അവർ ഒരു പ്രത്യേക ഇരുട്ടറകളിലാണ്. ഇതിന് കാരണക്കാരൻ ഒരു കൂട്ടം പാസ്റ്റർമാർ തന്നെയാണ്. ആ പാസ്റ്റർമാർക്ക് ഒരു തിരിച്ചറിവുണ്ടാകുവാൻ, തിരുന്തലുണ്ടാകുവാൻ, മാനസാന്തരം ഉണ്ടാകുവാനാണ് ഓണക്കളികളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 12:2 പാസ്റ്റർമാരെ നിങ്ങൾ തന്നെ വായിച്ചിട്ട് എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഗീത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറയും, ഒന്ന് ഗ്രഹിക്കുക. ഞാൻ ആദ്യം പറയട്ടെ. അനുരൂപമാകരുതെന്ന് പറയുന്നത് പാപത്തിനോട് അനുരൂപമാകരുത്, അവിടെയാണ് വേർപാട് ആവശ്യം. അന്ധവിശ്വാസങ്ങളോട് അനുരൂപമാകരുത്, അവിടെയാണ് വേർപെടേണ്ടത്. അജ്ഞതകളിലും അറിവില്ലായ്മകളിലും അനുരൂപമായി തകരരുത്. യേശുക്രിസ്തു നമുക്ക് വെളിച്ചമാണെന്ന്. അനുരൂപമാകരുതെന്ന് പറയുന്നത് പാപ സംബന്ധിച്ചും അന്ധവിശ്വാസങ്ങൾ സംബന്ധിച്ചുമാണ്, സ്നേഹം സംബന്ധിച്ചല്ല.
നിങ്ങൾ സ്നേഹം സംബന്ധിച്ച് പങ്കിടുന്ന കാര്യങ്ങൾ അടർത്തുമ്പോൾ മെൻ്റൽ എബിലിറ്റി കുട്ടികളിൽ വിട്ടുപോകും. കുട്ടികളെല്ലാം മാനസിക ലെവലുകൾ തെറ്റി ഡിസബിലിറ്റി ആയിട്ട് മാറുന്നു. ഇതുവരെ നിങ്ങൾ തകർത്തു, ഇനിയും തകർക്കാതിരിക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവഹിത ഇന്നതും തിരിച്ചറിഞ്ഞ് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മനസ്സ് പുതുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? വേറെ ചില കാര്യങ്ങളുണ്ട്, അവിടെയാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലാവുന്നത് മറ്റുള്ളവർ ആഘോഷിക്കരുത്, നിങ്ങൾ ആഘോഷിക്കും. ന്യൂ ഇയർ ആഘോഷം ബൈബിളിനകത്തില്ല. നിങ്ങൾ അടിച്ചു പൊളിച്ചത് ആഘോഷിക്കുന്നു. അത് പണത്തിന് വേണ്ടിയാണെന്നറിയാം. കോടികളാണ് വമ്പൻ പാസ്റ്റർമാർ ന്യൂ ഇയറിൻ്റെ അന്ന് മനസ്സിലാകുന്നുണ്ടോ വിശ്വാസികളെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന കാശ് ചൂഷണം ചെയ്തുണ്ടാക്കുന്നത്. ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കുന്നു, കേക്ക് മുറിക്കുന്നു, ബൈബിളിലുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ അന്ന് നിങ്ങൾ അടിപൊളി ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇതൊക്കെ ബൈബിളിലുണ്ടോ? അതുപോലെ തന്നെ വെഡ്ഡിങ് ഡേകൾ, അന്ന് പ്രത്യേക ട്രിപ്പുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ബൈബിളിലുണ്ടോ? കല്യാണം നോക്കട്ടെ, നിങ്ങൾ അനുരൂപമാകുന്നത് ഈ ലോകത്തിലാണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഒരു പാസ്റ്റർ ഇടുന്ന പന്തൽ നോക്ക്, മനസ്സിലാകുന്നു മക്കളുടെ കല്യാണങ്ങൾക്ക്. അതുപോലെ തന്നെ മനസ്സിലാകുന്നുണ്ടോ എടുക്കുന്ന വസ്ത്രങ്ങൾ ഡെക്കറേഷന് വേണ്ടി, ഇതൊക്കെ ഈ ലോകത്തിന് മറ്റുള്ളവരുടെ മക്കളെ നോക്കി നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ചെയ്യുന്നതാണ്, അനുരൂപമാകുന്നു. അതുപോലെ തന്നെ ഭക്ഷണം, വെറൈറ്റീസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ആ പാസ്റ്റർ ചെയ്തതിനേക്കാളും നിങ്ങൾ ചെയ്യുന്നു, തൊട്ടടുത്ത അയൽവാസികൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞ ന്യൂ ഇയർ മുതൽ ബർത്ത്ഡേ മുതൽ കേക്ക് മുറിക്കൽ, മനസ്സിലാവും വെഡ്ഡിങ് ഡേ മുതൽ ട്രിപ്പുകൾ, കല്യാണം, ഡെക്കറേഷൻ, ഇതെല്ലാം നിങ്ങൾ ലോകത്തിന് അനുരൂപമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകുന്ന നിങ്ങളാണ്. കാരണം നിങ്ങൾക്ക് വേർപാടറിയില്ല. സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന പരിപാടികളാണ് യേശുക്രിസ്തു നമ്മളിൽ പഠിപ്പിച്ചത്. അതാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് ഗ്രഹിപ്പിക്കാം. ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അധികം മനസ്സിലാവുന്നത് അവൻ്റെ സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഏതൊരു ഫംഗ്ഷനും ഭക്ഷണത്തിൽ നിന്നാണ് അത് പിരിയുന്നത്. അത് സ്നേഹത്തിൻ്റെ വർധനവിന് മുഖാന്തരമായി തീരും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിൽ ചിലയിടത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആയിരിക്കും അതിനകത്ത് മൊത്തം. നമ്മൾ ബുദ്ധിയായി ജ്ഞാനത്തോടും നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്, അവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടി മരിച്ചു. അപ്പോൾ വർഷം തോറും കത്തോലിക്കയിലുള്ളതാണ്, വർഷം തോറും മനസ്സിലാകുന്നുണ്ട് അവർ അതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ കടന്നുപോയി. എന്നെ ഇതുപോലെ വിളിച്ചു. ഞാനങ്ങ് പോയപ്പോൾ ആ പള്ളിയിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോകൾ, ഒന്ന് രണ്ട് വേറെ മരിച്ചവരെ പലരുടെയും ഫോട്ടോകൾ വെച്ച് കല്യാണത്തിന് ആൾ കൂടുന്നത് പോലെ ആളുകളെ വിളിച്ചിരിക്കുന്നു. വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മണ്ഡപം എടുത്തിട്ടുണ്ട്, ഒരു വലിയ കല്യാണം അങ്ങനെ നടക്കുന്നു, അതുപോലെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല, പക്ഷേ ചില കത്തോലിക്കർ അങ്ങനെ ചെയ്യാറുണ്ട്. അവന് വലിയൊരു സംഭവമായിട്ട് മനസ്സിലാകുന്നുണ്ടോ മരിച്ചവർക്ക് ഒരു വർഷം കഴിഞ്ഞുള്ള പ്രാർത്ഥന. അതിൽ ഞാൻ ഭക്ഷണം കഴിച്ചതിൽ തെറ്റുണ്ടോ? ഞാൻ കഴിക്കാതെ പോയാൽ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഉണ്ട്. ഞാൻ കഴിച്ചത് കൊണ്ട് ഞാൻ ഈ ലോകത്തിന് അനുരൂപമായോ എന്ന് പാസ്റ്റർമാർ പറയണം. ഞങ്ങൾ നാട്ടിനടുത്ത് കത്തോലിക്കക്കാരുടെ മാമോദീസ കൊച്ചുപിള്ളേരെ സ്നാനം എടുപ്പിക്കുമ്പോൾ എല്ലാ നാട്ടുകാരെ വിളിക്കാറുണ്ട്. ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഞാൻ ബുദ്ധിയായിട്ട് നിൽക്കാറുണ്ട്. ഞാൻ അവിടെ നിർബന്ധമായിട്ട് ഭക്ഷണം കഴിക്കും. എനിക്ക് ആവശ്യം മനസ്സിലാവുന്നുണ്ട് സ്നേഹബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തലമുറയാണ്. അവിടെ ഞാൻ എത്താറുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ എത്രയോ വീടുകളിൽ അവിടെ പാലുകാഴ്ച നടത്താറുണ്ട്. ഇടയ്ക്കൊരു ഞാൻ ഒരു വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ച ശേഷം ചായ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ കാച്ചിയ പാലും മറിഞ്ഞത് മനസ്സിലാവും, അതിനകത്ത് എന്തോ കേട്ടിരിക്കുകയാണ്, കൊണ്ടുവന്നു. അത് ഞാൻ വാങ്ങി കുടിച്ചു. അപ്പോൾ ഞാനത് കുടിക്കരുതെന്നാണ് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകരുത്, മനസ്സിലാവുന്നുണ്ട്. പാല് കാച്ചി ബൈബിളിലില്ല. അതുകൊണ്ട് പാല് കാച്ചി മറിഞ്ഞതിനെ ഞാൻ കുടിച്ചാൽ ഞാൻ ഭാവിയാകുമോ? നിങ്ങൾ പറയും അനുരൂപമാകരുത്. ഞാൻ എന്തെങ്കിലും പോകരുതെന്നാണോ? വേണ്ടെന്ന് പറയണമെന്നോ? ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കാമെന്നോ? മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലായാലും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും എല്ലാവരെയും ഒരു സ്നേഹത്തിൻ്റെ ചങ്ങലിൽ കൊണ്ടുവരുന്ന പുസ്തകമാണ് ബൈബിൾ. യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാരും അങ്ങനെയാണ് സ്നേഹം പഠിപ്പിച്ചത്. ഉദാഹരണത്തിന് യോഹന്നാൻ സുവിശേഷം 4:16 ദൈവം സ്നേഹം തന്നെ, ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിൽ വസിക്കുന്നു. ഇത് അപ്പുറത്ത് ആൾക്കാരെ ശത്രുത ഉണ്ടാക്കി വെച്ചിട്ട് അവിടുത്തെ നിന്ന് ഞാൻ ഇനി ആ വീട്ടിൽ കാല് ചവിട്ടില്ല, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്ന വില്ലന്മാരാണ് ഇവിടെ വന്ന് കിടന്നും കൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകരുത്,
ഈ ലോകത്തിന് ഒരു വേർപാട് നീ മുറിക്കകത്തിരുന്ന് നിന്റെ തലമുറ ഇല്ലാതായിക്കോ. എൻ്റെ മെസ്സേജ് കേട്ട് ഒരുപാട് പേരുടെ കണ്ണ് തുറക്കുന്നുണ്ട്, ഒരുപാട് പാസ്റ്റർമാരെന്നെ വിളിക്കുന്നുണ്ട്. കാരണം പോസിറ്റീവ് എനർജിയുള്ള മെൻ്റൽ എനർജിയുള്ള ഒരു തലമുറ, കളിച്ചും ചിരിച്ചും മനസ്സിലാകുന്നുണ്ട്, പിന്നെ എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഒരു തലമുറ പോസിറ്റീവ് എനർജിയിൽ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം എനിക്ക് വന്ന അവസ്ഥ ഇനിയുള്ള തലമുറയ്ക്ക് വരരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി വായിച്ച് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ വായിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ വരെ നമുക്ക് ഈ വിഷയം മാത്രം ചർച്ച ചെയ്ത് ജനത്തെ ഒന്ന് ഗ്രഹിപ്പിക്കാം. 1 കൊരിന്ത്യർ 5:9 മുതൽ 12 വരെ നിങ്ങൾ ദയവായിട്ട് ഇത് വായിക്കണം. ഞാൻ പറഞ്ഞു, ഭക്ഷണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിന്, സമാധാനം, സ്നേഹത്തിന് ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓണത്തിന് നിങ്ങളെ ബന്ധുക്കൾ വിടുന്ന സദ്യ കഴിക്കുന്നതിലോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരു ഊഞ്ഞാലാടുന്ന പടം വലിക്കാൻ ഇതിനൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യുന്ന കാരണം നമ്മൾ അന്ധവിശ്വാസത്തിലല്ലല്ലോ, ഭക്ഷണത്തിലല്ലേ നമ്മൾ ഭക്ഷണം എൻജോയ്മെൻ്റല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് പാസ്റ്റർമാർ തെളിയിക്കണം. 1 കൊരിന്ത്യർ 5:9 മുതൽ 12 വരെ ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ വിഗ്രഹാരാധികളോ എന്നല്ലല്ലോ. സഹോദരനെന്ന് വേർപെട്ടവൻ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ എങ്കിൽ അവനോട് സംസർഗമരുത്, അവനോട് ഭക്ഷണം കഴിക്കരുത്. ഞാൻ ഇതാണ് മനസ്സിലാക്കുന്നത്. കള്ള പാസ്റ്റർമാരോട് പെണ്ണുപിടിയന്മാരോടുകൂടെ ഭക്ഷണം കഴിക്കാറില്ല. കാര്യം അവൻ്റെ പേര് ദോഷം എനിക്ക് വരും. പണം തട്ടിച്ചും വെട്ടിച്ചും മിനിസ്റ്റർ നടത്തുന്നവരുടെ കൂടെ ഇരിക്കാറില്ല. വിഗ്രഹാരാധിയാണ്, ദ്രവ്യോഗ്രഹം എന്ന വിഗ്രഹാരാധിയോടുകൂടെ ഇരിക്കാറില്ല. മനസ്സിലാവുന്നുണ്ട്. അഭിനയം, തട്ടിപ്പ്, വെട്ടിപ്പ് നടത്തുന്ന പാസ്റ്റർമാർ, നല്ല പാസ്റ്റർമാരെ ഞാൻ സ്വീകരിക്കാറുണ്ട്, അവരെ ഞാൻ വീട്ടിൽ ക്ഷണിക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന് വേർപെടുക. അവൻ്റെ കൂടെ ഭക്ഷണം ചെയ്താൽ അവനെപ്പോലെ പെണ്ണുപിടിയനായിട്ട് അവനെപ്പോലെ പണം ഉണ്ടാക്കുന്ന ദ്രവ്യാഗ്രഹമായിട്ട് നിന്നെ മുദ്ര കുത്തും. ഒരു വേർപാട് അനുഷ്ഠിക്കുക. അത് ഭക്ഷണത്തിലിരുന്നാൽ ഒരുപക്ഷെ നിന്നെ ദോഷം ചെയ്യും. പക്ഷെ സമൂഹത്തിലെ അത്യാഗ്രഹിയോ വിഗ്രഹാരാധി അവനൊന്നും അറിയുന്നില്ല, ദുർനടപ്പുകാരനോ, അവനെ നിനക്ക് സ്നേഹത്തിൽ കൊണ്ടുവരുവാൻ ഒരുപക്ഷെ ഭക്ഷണം അതിന് കാരണമായിട്ട് മാറും. ഞങ്ങളെ ആ പാസ്റ്റർ സ്നേഹിക്കുന്നുവല്ലോ. അപ്പോൾ ഭക്ഷണം സ്നേഹത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഒരു വലിയ ചർച്ച നടത്താം. ജനത്തിന് കണ്ണുകൾ തുറക്കാൻ തക്കവണ്ണമായിരിക്കണം, ബൈബിളിൽ നിന്നായിരിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.